ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയായ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. റവയും ഉരുളക്കിഴങ്ങും കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത റവയിലും വറുക്കാത്ത റവയിലും ഒന്നും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് സിമ്മിൽ വെക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ റവയ്ക്കൊരു വേവുണ്ട്. ആ വേവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് സിമ്മിലിടുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ റവ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ റവ വേകുകയും ചെയ്യും. അതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നേരെ ചൂടോടുകൂടി തന്നെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയോ മൈദയോ എന്തെങ്കിലും ചേർത്ത് നമുക്കൊന്ന് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കൈ ഡ്രൈ ആയി പോയിക്കോളും. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത് അതിൽ 2 ടേബിൾ സ്പൂണേ ആയുള്ളൂ. 1 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച ശേഷം നല്ല പേസ്റ്റ് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള നല്ല പൊടിയായി അരിഞ്ഞതും 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ഒരു അര ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ അതിൽ വെക്കാനുള്ള ഫില്ലിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് എപ്പോഴും കട്ടയില്ലാതെ നന്നായിട്ട് പൊടിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കുറച്ച് ഈ അരിപ്പൊടി തന്നെയാണ് ഞാൻ തൂക്കി കൊടുത്തേക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാവെടുത്ത് ഇത്തിരി വലുതായിട്ട് തന്നെ ഇത്തിരി വലിയ ഉരുള തന്നെ എടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. സൈഡൊക്കെ പൊട്ടിയാലും കുഴപ്പമില്ല. റവ കൊണ്ട് നമുക്ക് സൈഡൊക്കെ പൊട്ടും, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു കറിപ്പാത്രത്തിൻ്റെ മൂടി കൊണ്ടാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത്. അത് ഓവൽ ഷേപ്പിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മുറിച്ചെടുക്കുക. ഇതേപോലെ 2 പീസാക്കി എടുക്കുക. എന്നിട്ട് ഒരു പീസിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ നല്ല തേച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ പീസ് കൊണ്ട് നമുക്കതൊന്ന് മൂടുക. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ.
ഇനി നമുക്കതൊന്ന് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. രണ്ട് വശവും ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണത്. ഇപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിൽ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നമുക്കിത് വൈകുന്നേരം ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വളരെ സന്തോഷവും, അതേപോലെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു സന്തോഷവും. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ ഹാപ്പിയാകും. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ അളവൊന്ന് നമുക്ക് നോക്കിയാൽ മതി. അധികം വെള്ളം ഇപ്പോൾ വരുന്നത് നമ്മുടെ ഈ മാവിന് ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ വെള്ളം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി ചേർത്തല്ല 3 ടേബിൾ സ്പൂൺ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഇത്തിരിയും കൂടി അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തണതിനൊന്നും ഷേപ്പ് വേണ്ട. നമുക്ക് ഏതെങ്കിലും പാത്രം കൊണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ വലിയ ഷേപ്പൊന്നും ആവശ്യമില്ല. ഇതേപോലെ നീളത്തിൽ അങ്ങോട്ട് പരത്തുക. വട്ടത്തിലോ നീളത്തിലൊക്കെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ അടപ്പ് കൊണ്ടോ ഒരു കുപ്പിയുടെ മൂടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അമർത്തിയാൽ മതി. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പം അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 5 എണ്ണത്തിനുള്ള മാവുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് റവ കൊണ്ട് 5 എണ്ണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പം 5 എന്ന് പറയുമ്പോൾ 10 പീസ് ഉണ്ടാക്കി. അപ്പോൾ 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്യണമെന്നില്ല. അങ്ങനെ ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്, ഇത് താഴെ 1 എണ്ണം, അപ്പോൾ 5 എണ്ണം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലും എന്തായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 എണ്ണം അതിനകത്ത് കൊള്ളുള്ളൂ. ഇതിപ്പോൾ വലിയ പാനാണ്, ഞാൻ വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 4 എണ്ണം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്, 1 എണ്ണം കൂടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരു വശം പാകമാകുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. മീഡിയം. ഇപ്പോൾ നമ്മൾ റവ വെന്തിട്ടുണ്ട്, ശരിക്കും റവ വെന്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞു. ഒരു മീഡിയം ഫ്ലെയിമിലിടുക, ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിടുക. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 എണ്ണം ഞാനിപ്പോൾ ചുട്ടെടുത്തു, ഇനി 1 എണ്ണം കൂടി ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയുണ്ട്, നല്ല ക്രിസ്പിയായ ഒരു സ്നാക്സാണ്. നല്ല അടിപൊളിയാണ്. നമ്മളൊരു കട്ടൻ ചായയും ഈ സ്നാക്സും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.